നമസ്കാരം. സമഗ്രമായൊരു വാർത്താ ദിനം കടന്നു പോവുകയാണ്. നമ്മൾ ഇന്ന് ഉറ്റുനോക്കിയ ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനം ലോകരാജ്യങ്ങൾ ഒന്നാകെ ഇന്ന് ഒമാനിലേക്ക്, മസ്കത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച. യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കത്തിൽ നടന്ന ചർച്ച അനുകൂലമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അല്പസമയം മുൻപ് അറിയിച്ചിരിക്കുന്നു. അടുത്ത ചർച്ചയുടെ തീയതി പിന്നീട് തീരുമാനിക്കും. ഇറാൻ ജനതയുടെ താല്പര്യങ്ങളും അവകാശവും ചർച്ചയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഞ്ഞുരുക്കത്തിൻ്റെ സൂചനകൾ മസ്കത്തിൽ നിന്ന് വരികയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വാർത്തയായി നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. മസ്കത്തിലെ ചർച്ചയിൽ മഞ്ഞുരുകുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ വരികയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ. ആരൊക്കെയാണ് ആ ചർച്ചയിൽ? ഇറാൻ അമേരിക്ക ചർച്ച സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ ഒന്നാകെ നോക്കിയതാണ്. കഴിഞ്ഞ കുറേ കാലമായി പശ്ചിമേഷ്യയിലെ സമാധാനമില്ലായ്മയുടെ ഒരു ഉത്തരം, എങ്ങനെ സമാധാനം കണ്ടെത്തുമെന്നുള്ളതിന് ഒരു ഉത്തരത്തിനുള്ള ഒരു തുടക്കമായിരുന്നു ആ ചർച്ച എന്നുള്ളത്. വളരെ പോസിറ്റീവായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് വിവരങ്ങൾ വരാനുണ്ട്. ആരൊക്കെയായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കിയാൽ, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉണ്ടായിരുന്നു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ടായിരുന്നു. അവരാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രിയായിരുന്നു ഈ ചർച്ചയുടെയൊക്കെ മധ്യസ്ഥൻ. അതായത് നേരിട്ടുള്ള ഒരു ചർച്ചയല്ല, രണ്ട് വശത്തു നിന്നും പറയുന്ന കാര്യങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രി കേൾക്കുകയും അത് ഓരോ വശത്തായി അവതരിപ്പിച്ച് നേർക്കുനേറിയിരുന്നുള്ള ചർച്ചയിലേക്ക് പോയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല, അറിയേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് ആ ചർച്ചയിൽ ഇന്നിപ്പോൾ അമേരിക്കയുടെ അവിടെ സെൻട്രൽ കമാൻഡിൻ്റെ അവരുടെ സൈനിക മേധാവി ഇന്ന് മസ്കത്തിലെത്തി. അത് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ കൂടെ അദ്ദേഹം വന്നു, സെൻട്രൽ കമാൻഡ് സൈനിക മേധാവി വന്നു. പക്ഷേ ഇറാൻ അതിനോട് പ്രതികരിച്ചത് പോസിറ്റീവായിട്ടല്ല. ഈ ചർച്ചയുടെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അത് ശരിയായില്ല, അതൊരു ഭീഷണിയുടെ സ്വരമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്താ പ്രധാനമായും യുദ്ധം ഒഴിവാക്കാനാണ് ഈ ചർച്ച എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഒടുക്കം എന്താണ് തീരുമാനം എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളോടും വളരെ കൃത്യമായി നിലപാടെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്ക സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കണം എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ഒന്നുകൂടി മയപ്പെടുത്തി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇറാനോട് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പിന്നോക്കം പോകാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയുടെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചത് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കുള്ള സഹായം വിലക്കണം എന്നായിരുന്നു. മറ്റൊന്ന്, സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റു രാജ്യങ്ങൾക്ക് കൈമാറണം, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഫലമായി അത് കൈമാറണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇറാന്റെ നിലപാട് എന്തായിരുന്നു എന്നറിയാമോ? ഇതായിരുന്നു, അതായത് ഈ ചർച്ച ആണവ വിഷയത്തിൽ മാത്രം മതി എന്നുള്ളതായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ തോത് കുറയ്ക്കാൻ തയ്യാറായേക്കും ഇറാൻ എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അതിന് ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അത് പൂർണ്ണമായും ആ പ്രൊജക്റ്റ് പൂർണ്ണമായും നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് പോലും പരസ്പരം പോർ വിളിക്കുന്നത് US-ഉം ഇറാനും പരസ്പരം പോർ വിളിക്കുന്നതും നമ്മൾ കണ്ടു. ഒരറ്റത്ത് സമാധാനത്തിലുള്ള ശ്രമങ്ങൾ, മറുവശത്ത് ശക്തി പ്രകടമാക്കാനുള്ള രണ്ട് രാജ്യങ്ങളുടെയും അവരുടെ അവകാശവാദങ്ങളും നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ്. ഇന്നാണ് ഇറാൻ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഒരു പക്ഷേ ഇന്നലെയോ മെനിഞ്ഞാന്നോ ആയിരിക്കും ആ പരീക്ഷണം നടന്നിട്ടുണ്ടാവുക. അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ, യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ ഏതാണ്ട് ഇറാൻ്റെ 500 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. അതിന് നേരെ ഇറാൻ്റെ ഒരു ഡ്രോൺ ആക്രമണം വന്നിരുന്നു. അതായത് ഷഹേദ് 139 എന്ന് പറയുന്ന ഡ്രോൺ വന്നിരുന്നു. അതിന് അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വന്നിരുന്നു. അപ്പോൾ ഒരറ്റത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു, മഞ്ഞുരുകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പോസിറ്റീവാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ എന്താണ് നടന്നത്? MCA നാസർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. നാസർ, ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായ ആദ്യഘട്ട ചർച്ച എന്ന് പറയാം. പക്ഷേ
അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ നമ്മളൊന്ന് വായിച്ചെടുത്താൽ എവിടെയോ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. യുദ്ധഭീതിയിൽ നിന്ന് നമുക്ക് പതിയെ അകന്നകന്ന് നിൽക്കാമെന്ന് തോന്നുന്നു. എന്താണ് ചർച്ചയുടെ ഇതുവരെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ പുതിയ അടുത്ത വട്ട ചർച്ചയ്ക്കുള്ള സാധ്യതകൾ എങ്ങനെയാണ്? മഹേഷ്, എന്തായാലും ആഴ്ചകൾ നീണ്ടുനിന്ന വലിയ തോതിലുള്ള അനിശ്ചിതത്വം, മേഖലയിൽ രൂപപ്പെട്ട വലിയ തോതിലുള്ള സംഘർഷം, അതിന് ചെറിയൊരു തോതിലുള്ള ഒരു അയവ് വന്നു എന്നത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. അദ്ദേഹം പറയുന്നത് ഏതായാലും ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള ഒരു അവസരം ലഭ്യമായിരിക്കുന്നു. ഇറാൻ ജനതയുടെ താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ എല്ലാം വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായി കാണുന്നുണ്ട്. തുടർ ചർച്ചകൾ, കൂടിയാലോചനകളിലൂടെ എന്നാണോ തീയതി, ആ തീയതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം അദ്ദേഹം വളരെ കർശനമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വലിയ തോതിലുള്ള ഭീഷണിയും അതോടൊപ്പം തന്നെ സമ്മർദ്ദവും ഇത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആണവ ചർച്ച മാത്രമേ വിജയിക്കുകയുള്ളൂ. അത്തരമൊരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകണമെന്നൊരു നിർദ്ദേശം അബ്ബാസ് അറാഗ്ചി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും നമുക്ക് ഒരു പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് അമേരിക്കയുടെ പ്രതികരണം എന്ത് എന്നാണ്. ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെയും, ഈ നിമിഷം വരെയും അമേരിക്കയുടേത് പുറത്തു വന്നിട്ടില്ല. കാരണം സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജറദ് കുഷ്നറും ഒക്കെ മീറ്റിംഗിൽ പങ്കെടുത്തു എങ്കിൽ പോലും അബ്ബാസ് അറാഗ്ചിയെ പോലെ ഔദ്യോഗികമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഒരു പ്രതികരണം നടത്താൻ ഇരുവരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക എന്തു പറയുന്നു എന്നത് ആയിരിക്കും ഒരു പക്ഷേ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ചർച്ച തുടരാനുള്ളൊരു തീരുമാനം ഒമാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം രണ്ടു കൂട്ടരും അത് സംബന്ധിച്ച ഒരു ധാരണയിലെത്തിയെന്നാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളിലും, ഇറാനിലും അമേരിക്കയിലും നടക്കുന്ന ആശയവിനിമയത്തിലൂടെ ആയിരിക്കും എന്നാണ് അടുത്ത തീയതി എന്നത് സംബന്ധിച്ച ഒരു കൃത്യതയിലേക്ക് എത്തുക. പക്ഷേ അതിനു മുമ്പുള്ള, നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ പല നിർദ്ദേശങ്ങളും മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായ തോതിൽ തന്നെ അടുത്ത 3 വർഷത്തേക്കെങ്കിലും നിർത്തിവെക്കണം എന്നതാണ്. ഇതിന് ഇറാനുള്ള ഒരു ഇളവ് എന്ന നിലയ്ക്ക് ഈ ആഗോളതലത്തിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പൂർണ്ണമായിട്ടും പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന സൈനിക മുന്നൊരുക്കങ്ങളും പടയൊരുക്കങ്ങളും അതും പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന് ലഭ്യമാകാൻ പോകുന്ന ഒരു സൗകര്യം എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഇതുവരെയും അറിയിച്ചിട്ടില്ല. സൈനിക മുന്നൊരുക്കങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇറാനാണെങ്കിൽ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ശേഷി വളരെ ശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്ക അതിന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയും തുടരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ചർച്ച അത് ഒരു പക്ഷേ നേരിട്ടുള്ള ചർച്ചയിലേക്കുള്ള സാധ്യത ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച ചോദ്യവും ഉയരുന്നുണ്ട്. ആ നേരിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളിലേക്ക് പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുകയാണ്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് മസ്കത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള വാതിലുകൾ തുറന്നിടുകയാണ്, അതിനുള്ള സാധ്യതകൾ തുറന്നു വരികയാണ്.